പണ്ടൊക്കെ ഗൾഫിൽ പോകാൻ മൗലൂദ് തോന്നണമായിരുന്നല്ലോ. ഇപ്പൊ ഗൾഫിൽ പോകാനും മൗലൂദ് വേണ്ട, വന്നാലും മൗലൂദ് വേണ്ട. പോയി കഴിയുമ്പോഴാ മുസ്ലിയാർ അറിയുന്നത് ഗൾഫുകാരൻ വന്നു പോയി എന്ന്. പണ്ട് മൗലൂദ് ഓതി ഉസ്താദിന് നല്ലൊരു ഹദിയ കൊടുക്കും. ആദ്യം വരുമ്പോ ഉസ്താദിന് നല്ല സിസ്കോട്ടൻ തുണി, പിന്നെ ഇതില്ലേ കോടാലി തൈലം, ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ്. ഹബീബേ, വർഷങ്ങളോളം ഞാൻ മലബാറിൽ ജോലി ചെയ്ത മർക്കസിൽ 3 കൊല്ലം, കാമ്പസാർ പള്ളിയിൽ, പുതിയങ്ങാടി പള്ളിയിൽ. അന്നൊക്കെ ഒരു മാസത്തിൽ വീട്ടിൽ വരും, ഒരാഴ്ച നിൽക്കും. 2 പെട്ടി നിറച്ച് തുണിയും 4 സോപ്പും സാധനങ്ങളും. ഹബീബേ, നമ്മുടെ ഇലാറ്റുപുഴയിൽ പല എൻ്റെ കുടുംബത്തിലെ പോലെ മുസ്ലിയാക്കന്മാർക്ക് ഞാനത് എടുത്തു കൊടുക്കും. അപ്പൊ അവര് പറയും, അല്ലാ ഇതൊക്കെ അവിടെ നിന്ന് വലിച്ചോണ്ട് ഞങ്ങൾക്ക് തരാനാണോ? ഹബീബെ, ഓതുന്ന കാലത്ത് 78 ഓതാൻ ഇറങ്ങുമ്പോ ഒരു സിസ്കോട്ടൻ തുണി കൊതിച്ചിട്ടുണ്ട്, ഒരു ഷാള് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സമുദായം ജുബ്ബയ്ക്ക് തുണി തന്നു, ഈ സമുദായം തൊപ്പിയും വെള്ള ഷാളും തന്നു, ഭക്ഷണം തന്നു. നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് പഠിച്ച് ഞങ്ങളൊക്കെ ആലിമീങ്ങളായി. നിങ്ങളോട് കൂറില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് വെങ്ങല്ലൂരിൽ ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫ് ഉസ്താദിന്റെ ദർസിൽ ഞാൻ 2 കൊല്ലം മോദി. ഒരു വീട്ടിലായിരുന്നു 3 നേരത്തെ ഭക്ഷണം. ഞാൻ ഇന്നും ആ വീട്ടിൽ പോയി അവിടത്തെ വല്യുമ്മാക്കും അവിടത്തെ വല്യുത്താക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഹനഫി മഹല്ലാണ്. ആ വഴിക്ക് പോയാൽ കയറും. അള്ളാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മുടെ നഫ്സിനെ നാം തസ്കിയത്ത് ചെയ്യണം. നോക്കൂ.